വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ രാജ്യത്ത് എണ്ണ പ്രതിസന്ധി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഈ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര രസകരമാണ് കേട്ടോ. ഇപ്പൊ ബാംഗ്ലൂര് എണ്ണ പ്രതിസന്ധിയിൽ ഗ്യാസ് പ്രതിസന്ധി കാരണം ഹോട്ടലുകൾ ചിലത് അടച്ചുപൂട്ടി എന്നുള്ളൊരു വാർത്ത കൊടുത്തപ്പോൾ ഗ്യാസ് പ്രതിസന്ധി കാരണം അതിന്റെ താഴെ വരുന്ന ചില കമന്റുകൾ, ഞാൻ ബാംഗ്ലൂരിലാണ്, നിങ്ങൾ ഇത് എവിടെ നോക്കിയാണ് വാർത്ത കൊടുക്കുന്നത്, ഇവിടെ ഞാൻ പോകുന്ന ഹോട്ടലുകളൊന്നും അടച്ചുപൂട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഖത്തറില് പ്രതിസന്ധി നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ താഴെ ഞാൻ ഖത്തറിലാണല്ലോ താമസിക്കുന്നത്, ഇവിടെ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഖത്തർ അമീറാണെന്ന് തോന്നുന്നു. പുള്ളി നമ്മളെ വാർത്താ ചാനൽ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ആധികാരികമായിട്ട് ഖത്തറിന്റെ നയതന്ത്ര കാര്യങ്ങളെയൊക്കെ പറ്റി അറിയണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമല്ല. എന്തായാലും ഇപ്പോ ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമാകാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഗ്യാസ് നമ്മുടെ രാജ്യത്ത് 10% ഗ്യാസ് ആണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസിനെക്കാട്ടിലും വില കുറച്ചാണ് നമുക്ക് ഈ GCC രാജ്യങ്ങൾ ഗ്യാസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ട് 1955 നിയമം ഇപ്പൊ പുനഃസ്ഥാപിച്ച് അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രം. അതിനു മുമ്പേ എസ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് വരാൻ ഇനി 1 മാസം ആകും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇനി ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേല് ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ വലിയ ബോംബ് മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഈ പുതിയ മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ചില മലയാള മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ടു, ഓൺലൈൻ മാധ്യമങ്ങൾ, മുജ്തബ ഖമേനി മരിച്ചു എന്ന് പറഞ്ഞ്. ഊരുന്നെങ്കിൽ പറക്കുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങളാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പൊ എന്തായാലും ഇപ്പോ ട്രംപ് ഒരു പ്രസ്താവനയായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇവർ മരണ താഴ്വരയാക്കി മാറ്റുകയാണ്, ഞാൻ അതിന് അനുവദിക്കില്ല. ഇറാൻ അവിടെ മൈനുകൾ സ്ഥാപിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. ബിജേട്ടൻ നേരത്തെ പണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ കുഴി ബോംബുകളാണ്, മൈനുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, മൈനുകൾ വീണ്ടും കൊണ്ടുവന്ന് അവർ സ്ഥാപിക്കുകയാണ്. അങ്ങനെ മൈനുകൾ സ്ഥാപിക്കാൻ വന്ന 16 കപ്പലുകളെ ഞങ്ങൾ തകർത്തു എന്നാണ് ട്രംപ് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്ഥലത്ത് മറ്റേ അന്യനും അമ്പിയും കളിക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് മൈനുകൾ സ്ഥാപിക്കാൻ വരുന്നു, ഞങ്ങൾ തകർക്കുന്നു, ഞങ്ങൾ നാളെ അടിക്കും, പൂർണ്ണനാശമാണ് എന്ന് ട്രംപ് പറയുമെങ്കിലും ട്രംപ് പിന്നീട് പറയുന്നത് ഇറാനുമായുള്ള യുദ്ധം ഉടൻ ഞാൻ അവസാനിപ്പിക്കും, ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുകയാണ്, ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ ട്രംപ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പോരാത്തതിന് നമ്മുടെ ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, അദ്ദേഹം അബ്ബാസ് അറാഖ്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ B-52 ബോംബറുകൾ അമേരിക്ക അങ്ങോട്ടേക്ക് നീക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ യുദ്ധം അവസാനിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ ഈ ഡിഫൻസ് വിദഗ്ധർ പറയുന്നത്, ഇയാള് യുദ്ധം അവസാനിപ്പിക്കാനാണോ അങ്ങോട്ട് പോകുന്നത്, അതെ അവിടെ ബോംബിട്ട് തകർക്കാനാണോ അങ്ങോട്ട് പോകുന്നത് എന്ന് നയതന്ത്ര വിദഗ്ധരും പിന്നെ ഈ യുദ്ധ കാര്യ വിദഗ്ധരും പറയുന്നുണ്ട്. ഇപ്പോ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോള പ്രതിസന്ധി, ഊർജ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ എണ്ണ ടാങ്കറുകൾ അതിനെക്കുറിച്ച് അമേരിക്ക മറന്നേക്കുക, 1 ലിറ്റർ എണ്ണ പോലും ഞങ്ങൾ തരില്ല, അത് ആർക്കും വിട്ടുകൊടുക്കില്ല, ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാണ് ഇറാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ വാർത്തകൾ നമ്മൾ കൊടുത്തതാണ്. അവിടെ പാകിസ്ഥാനിൽ വയ്ക്കാനും കുടിക്കാനും ഒന്നും ഇല്ലാതെ സ്കൂളുകൾ 2 ആഴ്ചത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. 25% ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അതിനിടയിൽ ബംഗ്ലാദേശ് നൈസായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ഡീസൽ മേടിച്ചോണ്ട് പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു പ്രതിസന്ധി. ഇതിൽ ഇപ്പോ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കുന്ന നമ്മുടെ രാജ്യം മാത്രമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കുന്നത്. കാരണം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവും പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയില്ലേ? ഈ ഇറാന് നമ്മൾക്ക് അതുവഴി എണ്ണ കച്ചവടം നടത്താമെന്ന് പറഞ്ഞെങ്കിലും അതുവഴി പോകുന്നത് നിലവിൽ അപകടകരമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യ അവിടെ നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇത് തീർന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിറകടുപ്പിലേക്ക് പോകണം എന്നാണ് പല ആൾക്കാരും ഇപ്പൊ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നേരിടും? ഈ യുദ്ധം ഇനി എപ്പോൾ അവസാനിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു കേസിൽ, ഈ ഗ്യാസിന്റെ ഒന്നും കേസിൽ നമുക്ക് സർക്കാരുകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആണ്. കാരണം നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ രാജ്യം ക്രൂഡ് ഓയിൽ ആയാലും ഗ്യാസ് ആയാലും ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകും, അത് നമുക്കും ഉണ്ടാകും.
നമ്മൾ സ്വന്തമായിട്ട് എണ്ണയും ഗ്യാസും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കത് ആരെയും കുറ്റപ്പെടുത്താനും ഇതിൽ കഴിയില്ല. ഒരു ഇന്റർനാഷണൽ പ്രോബ്ലമാണ് അത്. എല്ലാ രാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ രാജ്യം കുറച്ചുകൂടി പിടിച്ചു നിൽക്കുന്നു എന്നതിലൊരു സന്തോഷം മാത്രമേ നിലവിലുള്ളൂ. ഇപ്പോൾ കാനഡയും നമുക്ക് ഓഫർ വെച്ചിട്ടുണ്ട്. അവരും ഗ്യാസ് ക്രൂഡ് ഓയിലും ഒക്കെ നമുക്ക് തരാം എന്നവർ ഓഫർ വെച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഓഫറുണ്ട്. ഈ ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കുറച്ച് തീരുമായിരിക്കാം. പക്ഷെ അത് തീരണമെങ്കിൽ പോലും കുറഞ്ഞത് ഒരു മാസം ടൈമെങ്കിലും കുറഞ്ഞത് എടുക്കും. ഈ ഒരു മാസം ടൈമിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് മാത്രമല്ല. എന്ന് കരുതി ഇത് ഇല്ലാതാകുന്നു എന്നുള്ളതല്ല. ഇനി അതൊരു വിഷയം. ഇത് നമ്മൾ മുമ്പേ പറയുന്നുണ്ട്. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യാഘാതം നമ്മളെ കണക്കുള്ള സാധാരണ പൗരനും അനുഭവിക്കേണ്ടി വരും. ലോകത്തൊരു യുദ്ധവും പറയുന്ന സമയത്ത് അവസാനിക്കുകയും ചെയ്തിട്ടില്ല. നമുക്കറിയാം 2023 ഇസ്രയേൽ പറഞ്ഞത് 7 മാസത്തിനുള്ളിൽ ഈ ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നിർത്തി ഗസ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു. വർഷം 3 കഴിഞ്ഞു, അതെങ്ങും എത്തിയിട്ടില്ല. രണ്ടാമത്തേത് റഷ്യ ഉക്രൈൻ വാർ തുടങ്ങി, ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്ന് പറഞ്ഞു. വർഷം 5 ആകുന്നു, അവസാനിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ ഇറാന്റെ ആണവ പദ്ധതികൾ തീർക്കുമെന്ന് ട്രംപ് കയറിയത് മുതൽ പറയുന്നു. ഇത് 2ാമത്തെ യുദ്ധമാണ്. ഇത് തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞത് 4 ദിവസത്തിനുള്ളിൽ തീരുമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് 3 ആഴ്ചയായി. 12 ദിവസം പിന്നിടുമ്പോഴും യുദ്ധത്തിന് ഒരു അയവുമില്ല. ഇതിന്റെയൊക്കെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും കരുതുന്ന പോലെ നമുക്കത് തീർക്കാൻ കഴിയില്ല. ഇതിനിടയിൽ ആകെ കൃത്യമായ ദിവസം കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർന്ന ഒരേ ഒരു യുദ്ധമേ ഉള്ളൂ. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ മാത്രമാണ് കൃത്യമായ ഒരു ടൈമിംഗ് പാലിച്ച് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രത്യാഘാതം നമുക്ക് ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ബാക്കിയുള്ള ഒരു യുദ്ധങ്ങളും അവസാനിച്ചിട്ടില്ല. അത് യുദ്ധങ്ങൾ തുടങ്ങാൻ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കുക അല്പം പ്രയാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ നമ്മൾ കണ്ടത് റഷ്യ, ഉക്രൈൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ്. അവർക്ക് എങ്ങനെ റഷ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തെ സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ കാണും. ആയുധം കൊടുത്തും മറ്റു കാര്യങ്ങൾ കൊടുത്തും ഒക്കെ സഹായിക്കാനുണ്ടാകും. ഈ സഹായങ്ങളാണ് പലപ്പോഴും യുദ്ധം നീണ്ടുപോകാൻ കാരണം. ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ മീനല്ല എന്നുള്ളൊരു സ്പഷ്ടമായ കാര്യമാണ്. നമ്മൾ പുറമേ നോക്കുന്നതൊക്കെയല്ല ഇറാന്റെ സൈനിക ഘടനയും അങ്ങനെയല്ല. കാരണം ഉത്തര കൊറിയയും ചൈനയും റഷ്യയും അടക്കം ഇന്നിപ്പോ അമേരിക്ക റഷ്യക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇതിനകത്ത് ഇടപെടരുതെന്ന്. ഇന്നലെ റഷ്യയുടെ ഒരു കോൺസുലേറ്റ്, ഇറാനിലുള്ള കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ റഷ്യയുടെ ഒരു സഹായം കൃത്യമായി തന്നെ ഈ അമേരിക്കയുടെ നീക്കങ്ങളെ റഷ്യ കൃത്യമായി തന്നെ ഇറാനെ കൃത്യമായി അറിയിക്കുന്നു എന്നാണ് അമേരിക്ക ഇപ്പോഴും പറയുന്നത്. ഇന്നലെ പെന്റഗണിന്റെ അങ്ങനത്തെ ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു. ചൈനയാണ് ഇവർക്ക് ഹാർഡ്വെയർ കൊടുക്കുന്നത്, ഉത്തര കൊറിയ ചില ആയുധങ്ങൾ എത്തിക്കുന്നു എന്നൊരു ഇതും വന്നു. അതാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇതിനകത്ത് ജീവഹാനിയും പണനഷ്ടവും മാത്രമല്ല, രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും. ഇതിനകത്ത് നിരപരാധികളായ 100 കണക്കിന് പേർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഗ്യാസ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. ചില രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഭക്ഷണം, മിക്കവാറും രാജ്യങ്ങളൊക്കെ ഭക്ഷണം ഇറക്കുമതി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഭക്ഷ്യ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് 80%. അതൊക്കെ നിലച്ചു പോകുന്നു, കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. കുടിവെള്ളം കിട്ടാത്ത പ്രോബ്ലങ്ങൾ, അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എല്ലാം ഇതിപ്പോ യുദ്ധം അവസാനിച്ചു എന്ന് കരുതിയിട്ട് നാളെ മുതൽ എല്ലാം നേരെയാകുകയുമില്ല. കാരണം ഈ അടച്ചിട്ട റിഫൈനറുകളായാലും തകർന്നെടുത്തായാലും ഇതെല്ലാം പുനരുദ്ധരിക്കേണ്ടതായിട്ടുണ്ട്, അത് പുനഃപ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും യുദ്ധം തീർന്ന ഉടനെ തന്നെ ഇതെല്ലാം പുനർജീവിക്കത്തില്ല, പകരം ഇതിനെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനും സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇപ്പോൾ കുറച്ചുകൂടെ ക്രൂഷ്യലായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നലത്തെ ദിവസത്തെ കുറിച്ച് ട്രംപ് പറഞ്ഞു, ഇന്നലെ ഇറാന് കനത്ത പ്രഹരം നൽകും എന്ന് പറഞ്ഞു. അവര് വലിയ രീതിയിൽ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബോംബും മിസൈലും ഒക്കെ വാരി വിതറി. പക്ഷെ അവിടെയും അവരുടെ പോരാട്ടം തീരുന്നില്ല. ഇന്നിപ്പോ അൽ ജസീറയുടെ ഒരു വാർത്തയിൽ കിടക്കുന്നു, അവർ പറയുന്നത് GCC രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഈ ഡ്രോണുകൾ നടന്ന പുകപടലങ്ങൾ ഒരു ശീലമായി മാറിയിരിക്കുന്നു എന്നാണ് അവരുടെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നവര്. അതായത് GCC രാജ്യങ്ങളിൽ ഡ്രോൺ വരുന്നു, അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, അതിന്റെ പുകപടലങ്ങൾ നിൽക്കുന്നു. ഇത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നിത്യകാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് യുദ്ധം നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന് പറയുമ്പോൾ സമാധാനം അകലെയാണെന്നാണ്. നമുക്കറിയാം ഗസയിലായാലും ഉക്രൈനിലായാലും ഒക്കെ അത് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. യുദ്ധം ഇറങ്ങുന്നു, സൈറൺ കേൾക്കുന്നു, ഷട്ടറിലേക്ക് പോകുന്നു. ഇത് ഒരു ജീവിതത്തിന്റെ ഭാഗം, ഒരു ദിനചര്യ പോലെയായി മാറുകയാണ്. ഇത് ഒരു വലിയ ഭവിഷ്യത്ത്. ഏതായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ റഷ്യ ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ റഷ്യ ഇറാനുമായി സംസാരിച്ചിരുന്നു. ഇന്ത്യ സംസാരിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു 9000 പേര് ഇറാനിലുണ്ട്. ആ വിദ്യാർത്ഥികളെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നത്. രണ്ടാമത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള്
ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച തുടക്കം കുറിച്ചു. കാരണം ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഇടപെട്ടില്ലെങ്കിൽ യുദ്ധം തീരാനുള്ള സാധ്യതകളില്ല. കാരണം ആദ്യം ഇവരുടെ ഒരു ഫോർമുലകളും കാര്യങ്ങളും പറഞ്ഞു ഒരുപക്ഷെ റഷ്യ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ യുദ്ധത്തിന്റെ ഒരു ചർച്ച മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ കേൾക്കുന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്, കുറച്ചൊക്കെ ലോജിക്കലായിട്ടൊരു തിയറിയാണ്. അതായത് ഈ റഷ്യ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ പണി മുഴുവൻ ഒപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ റഷ്യയാണ് ട്രംപിനെ ഒന്നാം ഘട്ടത്തിൽ അധികാരത്തിലേറ്റി, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, അതിന്റെ കേസുകളും മറ്റും നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റഷ്യ ഇപ്പോഴത്തെ പ്രതിസന്ധി രക്ഷിക്കുക, അതുകൊണ്ട് ഈ എണ്ണ കച്ചവടത്തിലേക്ക്, അതായത് ഉപരോധങ്ങളൊക്കെ നീക്കാൻ ഒരു റീസൺ വേണം, അതിനു വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഒന്നാണെന്നൊക്കെ പറയുന്നു. തിയറികളാണ്, അതിനകത്ത് വിശ്വസിക്കാവുന്നതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ റഷ്യ ഇപ്പോൾ സജീവമായി ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച്. ഇപ്പോൾ ടെഹ്റാനോടും റഷ്യ പറഞ്ഞിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം നടത്തണം എന്ന് പറയുന്നുണ്ട്. അമേരിക്കയോട് അത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ഇടപെട്ടേ പറ്റൂ. ഇടപെടേണ്ട രാജ്യങ്ങൾ GCC രാജ്യങ്ങളാണ്. അവര് ഒറ്റയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുള്ള അല്ലാതെ അവര് ഗ്രൂപ്പായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇതിനകത്ത് റഷ്യക്ക് സംബന്ധിച്ച് ഇപ്പൊ ഈ യുദ്ധം നീണ്ടുപോകുന്നതാണ് റഷ്യയെ സംബന്ധിച്ച് അവർക്ക് അഭികാമ്യമായ കാര്യം, സന്തോഷം തരുന്ന കാര്യം. കാരണം അവരുടെ ഈ പറയുന്ന എണ്ണ കച്ചവടം പൊടിപിടിക്കും. അവരുടെ രാജ്യത്തുനിന്ന് ഇപ്പം ട്രംപ് പറയുന്നത് ഉപരോധം നീക്കും, റഷ്യയുടെ ഉപരോധം താൽക്കാലികമായി താൻ നീക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങാൻ അനുമതി കൊടുക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം അങ്ങോട്ടേക്ക് പോവാണ്. റഷ്യയെ സംബന്ധിച്ച് യുദ്ധം നീണ്ടുപോകാനായിരിക്കുമല്ലോ താല്പര്യം. അപ്പൊ ആ നീണ്ടുപോകാൻ വേണ്ടി റഷ്യ ഇറാന് സഹായിക്കുകയും ചെയ്യും, എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാമോ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ യുദ്ധം കടലിലേക്ക് നീങ്ങിയിരിക്കുന്നു, ഹോർമുസ് കടലിലേക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ മുൻപ് പറഞ്ഞു. കാരണം അവസാന നിമിഷത്തിൽ ഇറാൻ വെച്ചിരിക്കുന്ന വലിയ രണ്ട് കെണികളാണ്, ഒന്ന് ഹോർമുസ് കടലെടുക്കും, ഒന്ന് അവരുടെ എണ്ണപ്പാടങ്ങൾ. നമ്മൾ മുമ്പ് അത് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലെടുക്കിൽ ഉടനീളം മൈനുകൾ വിതറിയിരിക്കുന്നതാണ്. ഇതിലേക്ക് വരിക ഹോർമുസ് കടലെടുക്ക് കുളവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ യുദ്ധം തീർന്നാലും ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഉടനെ നടക്കത്തില്ല. കാരണം ഈ മൈനുകൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്, അതൊരു ദുഷ്കരമായ ജോലിയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം തുറമുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് ഇതുവഴി പഴയ പോലെ ഷിപ്പിംഗ് പോവുക അസാധ്യമായ കാര്യമാണ്, ഉടനെ ഒന്നും നടക്കുന്നതല്ല. രണ്ടാമത്തെ, എണ്ണപ്പാടങ്ങൾക്ക് തീവിട്ട് കഴിഞ്ഞാൽ അമേരിക്ക വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. ഏതായാലും അമേരിക്ക സംബന്ധിച്ച് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ പ്ലാനുകൾ പാളി തുടങ്ങിയിട്ടുണ്ട്. അവർ കരുതിയത് ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ ഇറാനിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന്. പക്ഷെ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ഖമേനിയുടെ മരണത്തോടു കൂടി അവിടെ, കാരണം ഖമേനി മരിക്കുന്നതിനോട് താല്പര്യം ഇറാനികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇപ്പൊ പുതിയ അവരുടെ തലവൻ ഖമേനിയുടെ മകന് പിന്തുണയുമായിട്ട് ജനം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അത് എപ്പോഴും അങ്ങനെയാണ്. ഈ വൈദേശിക ശക്തികൾക്ക് ഒരു രാജ്യത്തെയും ജനം സപ്പോർട്ട് ചെയ്യില്ല. അപ്പം ഇതാണ് അതിനകത്ത്. പക്ഷെ അത് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം ഭരണമാറ്റമായിരുന്നു എന്നറിയില്ല. കാരണം അവർ പറയുന്ന ഭരണമാറ്റമാണെന്ന്. ഭരണമാറ്റമാകാൻ സാധ്യതയില്ല, മറ്റ് കച്ചവട താല്പര്യങ്ങൾ ആകാം എന്തായാലും. ഇപ്പോൾ ലെബനനിൽ സംഘർഷം തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ധനുഷ് പറയുന്നുണ്ട് ഫോസ്ഫറസിന്റെ ബോംബുകളൊക്കെ അവർ പരീക്ഷിച്ചു എന്നുള്ളത്. അതൊക്കെ എന്നത് വിനാശകരമായ ആയുധങ്ങളാണ്. അപ്പൊ എല്ലാവരും കൂടെ കളത്തിലിറങ്ങുന്നു. ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതയാണ്. എന്തായാലും സ്വിച്ചിട്ട പോലെ നിർത്താൻ സാധ്യതയില്ല. പിന്നെ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ട്രംപ് ആയതുകൊണ്ട് പറയാൻ കഴിയില്ല. രാവിലെ പറയുന്ന കാര്യമല്ല പുള്ളി വൈകിട്ട് പറയുന്നത്. ചിലപ്പോൾ നാളെ രാത്രി പുള്ളി ഇല്ല, ഇന്ന് രാത്രി പുള്ളി പറയാൻ സാധ്യത ചിലപ്പോൾ കാണുമായിരിക്കാം. ശരി, ഞാൻ സ്റ്റോപ്പ് ചെയ്തു തൽക്കാലത്തേക്ക് എന്നും പറയാം. ഇപ്പൊ ഒരു വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും. ഇന്ത്യയും റഷ്യയും ഒക്കെ അതിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുമൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിലിങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന് പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് പോവുകയാണെങ്കിൽ, വെടിനിർത്തലിന് ശേഷം മാത്രമല്ല ചർച്ചകൾ നടക്കൂ. തൽക്കാലം ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ഒരു വെടിനിർത്തൽ, കാരണം ഒരുപാട് രാജ്യങ്ങളുടെ കപ്പലുകൾ കുടുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ ഹോർമുസിൽ കുടുങ്ങി കിടക്കുന്നത്. ഇതൊക്കെ റിലീസ് ചെയ്യാനും ഈ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ, ഇത് യൂറോപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, യൂറോപ്പിനെ ബാധിച്ചിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ഒക്കെ ഇന്നലെ ഇന്ത്യയിൽ നിന്ന് ഡീസൽ വാങ്ങിക്കൊണ്ടുപോയിട്ടാണ് അവരുടെ വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്. 5000 ലിറ്റർ ക്രൂഡ് ഓയിൽ ഡീസൽ ആണ് ആസാം റിഫൈനറിയിൽ നിന്ന് ഇന്നലെ ബംഗ്ലാദേശിൽ നൽകി. വലിയ വാർത്തയായിരുന്നത്. പാകിസ്ഥാൻ ഏതാണ്ട് പൂട്ടിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ മാനുഷിക പരിഗണന വെച്ചിട്ട് ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രംപ് ഒരു സമാധാന പ്രേമി ആയിരുന്നല്ലോ, നോബൽ പ്രൈസിനൊക്കെ ശുപാർശ ചെയ്യപ്പെട്ട ആളുമല്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് എങ്ങനെ ആകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇന്നും നാളെയും ഈ യുദ്ധം അവസാനിക്കുമെന്ന് വെച്ചാൽ സാധ്യതകൾ വളരെ കുറവാണ്. ആക്രമണം തുടരുന്നു എന്നുള്ളതാണ്. ഗ്യാസ് പ്രതിസന്ധി ഇതേ രീതിയിൽ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. കുറച്ചുകൂടെ കർശനമായ നിലവിൽ വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വലിയ ഷോർട്ടേജോ പ്രതിസന്ധിയോ നമ്മുടെ ഇടയിലില്ല. പിന്നെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ആരും ശ്രമിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം ഈ പൂഴ്ത്തിവെപ്പുകാരും കരിഞ്ചത്തക്കാരും ഒക്കെ ഈ മേഖലയിൽ വരും കൂടുതലായിട്ട്.
യെസ്. അത്തരത്തിൽ പക്ഷെ രണ്ടാമതൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഊർജ പ്രതിസന്ധിയുടെ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ കാനഡ, റഷ്യയുടെ കാര്യം നമ്മൾ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. 50% ഗ്യാസ് അവിടെ എടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം കൂടുതൽ മേഖല, കാരണം നമുക്ക് ഏറ്റവും വില കുറച്ച് ഗ്യാസ് കിട്ടിക്കൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ആ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായി തന്നെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗ്യാസ് പ്ലാന്റുകൾ തന്നെ നിർത്തിയിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്ത് വെറും 10% മാത്രമാണ് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ആലോചിക്കണം. ഇപ്പൊ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം എല്ലാവർക്കും ഫ്രീ ഗ്യാസും ഒക്കെ കൊടുത്ത് എല്ലാവരും ആ ഗ്യാസിലേക്ക് തന്നെ പാചകം മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നമുക്ക് ഗ്യാസിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് നമ്മുടെ രാജ്യത്ത്. അപ്പൊ സ്വാഭാവികം 140 കോടി ജനം എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല, വലിയൊരു രാജ്യമാണ്. അപ്പൊ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ പാകിസ്ഥാനെയോ ഇല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് നമുക്ക് വലിയ പ്രതിസന്ധി ഇല്ല. പക്ഷെ യുദ്ധം നീണ്ടുപോയാൽ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കലാകും. ഒരുപക്ഷെ റേഷനിങ്ങിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ നമുക്ക് ഗ്യാസ് യഥേഷ്ടം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ഒരു ഗ്യാസ് റേഷനിങ്ങിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഒരു സിലിണ്ടറൊക്കെ ഭാവിയിൽ യുദ്ധം നീണ്ടുപോവുകയും നമുക്ക് ഗ്യാസ് കിട്ടാൻ സാധ്യതയില്ലാതെ വരികയും ചെയ്താൽ അപ്പോൾ ഒരു സിലിണ്ടർ ഒരാൾക്ക് എന്നുള്ള അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എന്നുള്ള ഒരു നിലയിലേക്കൊക്കെ അത് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ തന്നെ 21 ദിവസം എന്നുള്ളത് 25 ദിവസം ആക്കിയിരിക്കുന്നു. അത് ചിലപ്പോൾ 1 മാസം വരെയൊക്കെ നീടാനുള്ള സാധ്യതകളും കൂടുതലാണ്. പക്ഷെ ഈ റഷ്യയുടെ നിന്നും മറ്റു രാജ്യങ്ങളുടെ നിന്നും ഒക്കെ ഈ ഗ്യാസ് എത്തുന്നതോടുകൂടി വില അല്പം കൂടുമായിരിക്കാം. പക്ഷെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും. ഇപ്പൊ വില കൂടിയാലും ജനം മേടിക്കാൻ തയ്യാറാകും. കാരണം ഇതിപ്പോ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനെ നമുക്ക് കുറ്റപ്പെടുത്താനേ കഴിയില്ല. കാരണം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനമല്ല ഇത്, അത് പുറത്തുനിന്ന് വരേണ്ട സാധനം തന്നെയാണ്. അതിപ്പോ നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, പുറത്തുനിന്ന് വരേണ്ടത് വരിക തന്നെ ചെയ്തേ പറ്റൂ, അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല.